ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ രേവതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ദേവുവിൻ്റെയും അരുണിൻ്റെയും കല്യാണം നടത്തണം എന്നുള്ളൊരു ഒറ്റ വിചാരത്തിലാണ്. സച്ചിയാണെങ്കിലോ അതൊരിക്കലും നടത്തി കൊടുക്കില്ല എന്നുള്ളൊരു വാശിയിലും. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഒരു ദിവസം ദേവുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അതെ, ദേവുവിൻ്റെ അമ്മയും ശരത്തും കൂടി പൂക്കടയിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും ദേവു ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമായിരിക്കുവേ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ദേവു ഇതെന്താ എടുത്തു വെച്ച ഭക്ഷണമൊന്നും നീ കഴിച്ചില്ലേ? ഭക്ഷണമൊക്കെ സമയത്ത് കഴിച്ചൂടെ? എന്നിട്ടൊക്കെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ ദേവുവിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദേവു ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ലക്ഷ്മി നോക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും ദേവുവിന് ഒരു കുലുക്കുമില്ല. മുറി പോയൊന്ന് തൊട്ട് കുലുക്കി നോക്കുമ്പോഴേക്കും ദേവു എഴുന്നേക്കുന്നില്ല. മോളെ നീ എന്താ എഴുന്നേക്കാത്തേന്ന് പറഞ്ഞ് ലക്ഷ്മിക്ക് ഇങ്ങനെ ടെൻഷനാവാൻ തുടങ്ങുവാണ്. ഒന്ന് കണ്ണ് തുറക്കും മോളെ, ഇവളുടെ ശരീരമൊക്കെ എന്ത് ഇത്രയും ചൂടായിട്ടിരിക്കുന്നേ, ഇവയ്ക്കിത് എന്ത് പറ്റി മോളെ എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ശരത്തിനെ വിളിക്കുന്നുണ്ട്. ശരത്തെ ഇങ്ങോട്ടൊന്ന് ഓടി വാടാന്ന് പറയുമ്പോഴേക്കും ശരത്ത് ഓടി വരുവാണേ. എന്താ അമ്മ, എന്ത് പറ്റി അമ്മ, എന്തിനേ കരയുന്നേ, ഇവയ്ക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഇവളെ വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ലടാ, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും ശരത്തും ഒരുപാട് ദേവുവിനെ കൊട്ടിയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ദേവു കണ്ണ് തുറക്കുന്നില്ല, അങ്ങനെ തന്നെ മയങ്ങി കിടക്കുവാണ്. ഇവർക്കപ്പോൾ പേടി കൂടി വരുവാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നമുക്ക് എത്രയും വേഗം ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ശരത്ത് ഒരു ഓട്ടോ വിളിക്കുവാണേ. ഓട്ടോ വിളിച്ചിട്ട് ലക്ഷ്മിയും ശരത്തും ദേവുവിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുൺ റോട്ടിൽ ഇങ്ങനെ ചെക്കിങ്ങിന് നിൽക്കുന്ന ടൈം ആയിരിക്കും അത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ നോക്കുമ്പോഴേക്കും ഓട്ടോയിൽ ഇവർ 3 പേരും കൂടി പോകുന്നത് അരുൺ കാണുവാണ്. അപ്പോൾ അരുൺ വിചാരിക്കുന്നുണ്ട്, ഇവക്കിതെന്ത് പറ്റി, ദേവു എന്താ ഇങ്ങനെ അമ്മയുടെ മേത്ത് ഇങ്ങനെ തലവെച്ച് മയങ്ങിക്കിടക്കുന്നത്, എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അരുണും ടെൻഷനാവുകയാണ്. അരുൺ വേഗം ബൈക്ക് എടുത്തിട്ട് ഈ ഓട്ടോയെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിൽ ഇവരുടെ കൂടെ തന്നെ പോവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ശരത്തും ലക്ഷ്മിയും കൂടി ദേവുവിനെ പുറത്തിറക്കി സ്ട്രെച്ചറിലൊക്കെ കിടത്തുന്നുണ്ട്. അപ്പോൾ അരുൺ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴേക്കും അറിയില്ല, അവൾ ബോധമില്ലാതെ കിടക്കുമായിരുന്നു എന്ന് ശരത്ത് പറയുന്നുണ്ട്. ദേവുവിന് എളുപ്പം ഹോസ്പിറ്റലിൻ്റെ അകത്ത് കൊണ്ടുപോയി ട്രീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അരുണാണെങ്കിലോ അപ്പോൾ അവർ മേടിക്കാൻ പറയുന്ന ബില്ലുകളും മരുന്നുകളും എല്ലാം അരുണാണ് മേടിക്കുന്നതും ബില്ലൊക്കെ പേ ചെയ്യുന്നതും. അങ്ങനെ അരുൺ മെഡിസിൻ മേടിക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുന്ന ടൈമിലാണ് ലക്ഷ്മി ദേവുവിൻ്റെ വിവരം രേവതിയെ വിളിച്ചു പറയുന്നത്. രേവതിയും സച്ചിയും ഈ സമയത്ത് കാണിക്കുന്നത് ദേവുവിൻ്റെയും അരുണിൻ്റെയും കാര്യം പറഞ്ഞ് തല്ല് പിടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പതിവ് പോലെ തന്നെ ദേവുവിനെ സപ്പോർട്ട് ചെയ്ത് രേവതി സംസാരിക്കുമ്പോഴേക്കും ദേഷ്യത്തിൽ സച്ചിയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ലക്ഷ്മിയുടെ കോള് വരുന്നത്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയാണല്ലോ എന്ന് പറഞ്ഞ് കോള് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ലക്ഷ്മിയുടെ ഒരു കരച്ചിലാണ് കേൾക്കുന്നത്. എന്താ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മോളെ നമ്മുടെ ദേവു എന്ന് പറഞ്ഞ് പൊട്ടി കരയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ദേവുവിന് എന്ത് പറ്റി? അറിയില്ല മോളെ, ഞങ്ങൾ പൂവൊക്കെ കൊടുത്ത് വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. എത്ര വിളിച്ചിട്ടും കണ്ണും തുറക്കുന്നില്ല, ദേഹമൊക്കെ നല്ല ചൂട്, ഞങ്ങളിപ്പോൾ അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നിരിക്കുകയെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി. അപ്പോഴേക്കും രേവതി ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. വിവരം കേട്ട പാടെ തന്നെ സച്ചിയും രേവതിയും കൂടിയും എളുപ്പം വണ്ടിയെടുത്ത് ഈ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അപ്പോൾ രേവതിയും സച്ചിയും ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈമിൽ അരുൺ മെഡിസിൻ മേടിക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുമായിരിക്കുവേ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കാണുന്നില്ല. രേവതി കരഞ്ഞുകൊണ്ട് ഓടി ദേവുവിൻ്റെ മുറിയിലോട്ട് കയറുവാണ്. എന്താമേ, എന്ത് പറ്റി എൻ്റെ ദേവുവിനെന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ അടുത്ത് പോയി തലോടിയൊക്കെ നോക്കുന്നുണ്ട് രേവതി. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അറിയില്ല മോളെ, ഞങ്ങൾ കടയിൽ നിന്നും വരുന്നപ്പോഴേക്കും ഇവൾ ഒരേ മയക്കത്തിലായിരുന്നു. ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് മുറിയിൽ ചെന്നപ്പോഴാണ് വിളിച്ചിട്ടും ഇവൾ കണ്ണ് തുറക്കാത്ത വിവരം ഞങ്ങൾ അറിയുന്നത്. ദേഹമൊക്കെ നല്ല ചൂടായിരുന്നു, എനിക്ക് പേടിയായിപ്പോയി, ഞങ്ങൾ അങ്ങനെ അപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ 2-3 ദിവസമായിട്ട് മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ BP-യും നല്ല ഹൈ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, ഈ പ്രായത്തിൽ എങ്ങനെയാടാ ഇവയ്ക്ക് ഇത്രയും കൂടുതൽ BP വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അത് പിന്നെ സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ BP-യും കൂടും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, പാവം എൻ്റെ ദേവു, അവൾ ഒരു വിഷമവും ആരെയും അറിയിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുമായിരുന്നു, അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് രേവതി വിഷമിക്കുവാണ്. ഡോക്ടർ വേറെ എന്തെങ്കിലും പറഞ്ഞോന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും റിപ്പോർട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു എന്ന് ശരത്തും പറയുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിൽ ദേവു എന്ന് പറഞ്ഞ് ദേവുവിൻ്റെ അടുത്ത് പോയി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അവൾക്ക് ബോധം വരാൻ കുറച്ചു നേരം കഴിയും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഈ പ്രായത്തിൽ ഇവൾക്ക് ഇങ്ങനെയൊക്കെ BP കൂടേണ്ട
ആവശ്യമുണ്ടോ? അവൾ ഓരോന്നൊക്കെ മനസ്സിലിരുന്ന് ആലോചിച്ച് കൂട്ടിയിട്ടാ അത്രയ്ക്ക് സങ്കടം ഉണ്ടാവും എൻ്റെ മോളുടെ ഉള്ളിലെന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ അവളെ ഒറ്റയ്ക്കിട്ട് പോകാൻ പാടില്ലായിരുന്നു. 2 ദിവസമായി അവൾ മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആരോടും മിണ്ടാതെ മുറിയിൽ ഒറ്റയിരിപ്പ. അവളുടെ കൂടെ തന്നെ ഞാൻ വേണമായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാന്ന് പറഞ്ഞ് ലക്ഷ്മി കരയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ ദേവുവിനൊന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇല്ലേ, അമ്മ ഇങ്ങനെ വിഷമിച്ച് അമ്മയുടെ ആരോഗ്യം കളയാതെ എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ അരുൺ മെഡിസിനൊക്കെ മേടിച്ച് മുറിയിലോട്ട് വരുന്നത്. മുറി തുറന്ന് അകത്ത് കയറുന്നതും സച്ചിയും അരുണും പരസ്പരം കാണുവാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിൽക്കുവേ. രേവതിക്ക് അങ്ങോട്ട് ടെൻഷൻ കൂടി വരുവാണ്. കാരണം സച്ചിയുടെ സ്വഭാവം രേവതിക്ക് നല്ലതുപോലെ അറിയാലോ. രേവതിക്ക് മാത്രമല്ല ലക്ഷ്മിക്കും അതുപോലെ തന്നെ ടെൻഷൻ കൂടുവാണ്. അത് കഴിഞ്ഞ് സച്ചി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ശരത്തെ ഇയാൾ എന്താ ഇവിടെ, നിങ്ങളെ വിളിച്ചിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അരുണേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എന്തിനാ വലിഞ്ഞു കയറി വരാൻ നിൽക്കുന്നത്, ഇവനോട് ആദ്യം പുറത്തോട്ട് പോകാൻ പറയാന്ന് പറഞ്ഞ് സച്ചി ബഹളം വെക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്ന് പതുക്കെ പറ, ഇത് ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി വീണ്ടും ബഹളം വെക്കുന്നുണ്ട്, ഇവനോട് ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ പോകുന്നത്, ഇത് ഹോസ്പിറ്റലാ, ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് ഹോസ്പിറ്റലായിരിക്കും, പക്ഷേ ഇവിടെ കിടക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാ, ഇവളെ ആര് കാണണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ആ കിടക്കുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ, അതുകൊണ്ട് എനിക്ക് വരാം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം ഒന്നുകൂടെ കൂടുവാണ്. കല്യാണം കഴിക്കാൻ പോകുന്നതോ, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോടാന്നൊക്കെ പറഞ്ഞ് സച്ചി ബഹളം വെക്കുവാണ്. നീ ഒരാൾ കാരണമാ ഇവൾ എന്നീ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. പഠിക്കുന്ന പെണ്ണിൻ്റെ പുറകിൽ നടന്ന് ഓരോ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളും കൊടുത്ത് അവളുടെ മനസ്സും മയക്കി അവളെ വശീകരിച്ച് വെച്ചിട്ട് അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് സച്ചി അരുണിൻ്റെ മേളിൽ കുറ്റം മൊത്തം ചാർത്താൻ നോക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ കാരണമൊന്നുമല്ല ദേവു ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഇതിനെല്ലാം കാരണം നിങ്ങളാണെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. ഞാനോ, നീ എന്താടാ ഈ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എന്നോടുള്ള ദേഷ്യം കാരണം ഞങ്ങളുടെ കല്യാണത്തിന് വരെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ദേവുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അരുൺ പറയുവാണ്. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് കുറ്റം മൊത്തം ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോടാ നീ എന്ന് പറഞ്ഞ് സച്ചി ബഹളം വെക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഹോ, കുറ്റം മൊത്തം ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ലേ, അല്ലല്ലോ, ഇവൻ ഇത് തന്നെയാണ് ഈ പണി എന്നൊക്കെ പറഞ്ഞ് സച്ചി നല്ലതുപോലെ ചീത്ത പറയുന്നുണ്ട് അരുണിനെ. ഇതെൻ്റെ അനിയത്തിയ, ഇവളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോടാന്ന് പറയുമ്പോഴേക്കും രേവതി സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചിയെ. അപ്പോൾ സച്ചി പറയും, നീ എന്തിനാ രേവതി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ, അയാൾ പറയുന്നത് കേട്ടില്ലേ, ഞാൻ കാരണമാ ദേവു ഇങ്ങനെ കിടക്കുന്നതെന്ന്, ഞാനാണോ രേവതി അതിന് കാരണം, ഇവൾക്ക് ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും കൂടിയ BP ഒക്കെ വന്നത്, എല്ലാം ഇവൻ കൊടുത്ത ലവ് ടോർച്ചർ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും വീണ്ടും ബഹളം വെക്കുവാണ്. അപ്പോൾ അരുണും നല്ല മറുപടി സച്ചിക്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ പിരിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുന്നത് കൊണ്ടാ ദേവു ഇങ്ങനെയൊക്കെ ആയത്, നിങ്ങൾ ഒരാളാ ഇതിനൊക്കെ കാരണം, എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടത്തി തരാതിരിക്കാൻ നിങ്ങൾ നോക്കുന്നു, നിങ്ങൾക്ക് ദേവുവിനോട് ഒരു സ്നേഹവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യവും പകയൊക്കെയാണ് വലുത്, ദേവുവിന് എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പകയും ദേഷ്യവും എന്നോടുള്ളതൊക്കെ തീർക്കണം, അതാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അരുണും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് സച്ചിക്ക്. അരുൺ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സച്ചിയുടെ നിയന്ത്രണം ഒക്കെ വിട്ടുപോവാണ്. ദേഷ്യം പൂണ്ട സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ കലി തുള്ളി നമ്മുടെ അരുണിൻ്റെ അടുത്തോട്ട് തല്ലാൻ വേണ്ടി ഓടി ചാടി പോകുവാണ്. അപ്പോഴേക്കും എല്ലാവരും കൂടി ജസ്റ്റ് അരുണിൻ്റെ അടുത്ത് ഇങ്ങനെ കൈയും വീശി മുഖത്തിൻ്റെ അടുത്ത് സച്ചിയുടെ കൈ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എല്ലാവരും കൂടി പിടിച്ച് സച്ചിയെ മാറ്റുവാണ്. സച്ചിയേട്ടാ ഇങ്ങോട്ടേക്കും വാ, ഹോസ്പിറ്റലാണിത്, ഇവിടെ വെച്ച് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അരുണാണെങ്കിലോ നിന്നിടത്ത് നിന്ന് ഒരു തരി പോലും അനങ്ങുന്നില്ല. അരുണിനോട് ശരത്തും പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കല്ലേ, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ, ദേവുവിൻ്റെ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അപേക്ഷിക്കുന്നുണ്ട്. രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ സച്ചിയെ വലിച്ച് ആ റൂമിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയി സംസാരിക്കുന്നൊക്കെയുണ്ട്. എന്താ സച്ചിയേട്ടാ ഇത്, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്, എൻ്റെ അനിയത്തി അവിടെ സുഖമില്ലാതെ കിടക്കുന്നു, അവളുടെ മുമ്പിൽ വെച്ച് 2 പേരും കൂടി തല്ലുപിടിക്കുവാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാനാണോ തല്ലുപിടിക്കുന്നത്, ഞാനാണോ വഴക്കിന് പോയത്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി രേവതിയോട് ചൂടാവുന്നുണ്ട്. ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ നീ ഇപ്പോൾ സംസാരിക്കുന്നത്, നിനക്കൊക്കെ ഞാൻ പറയുന്നതിന് മാത്രം
മാത്രമേ പ്രശ്നമുള്ളൂ, അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയോട് ദേഷ്യപ്പെട്ടിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ്. ലക്ഷ്മി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി എന്താ ഇത്, സച്ചി എന്താ ഇത്ര ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, വാ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മുറിയിലോട്ട് പോവാണ് രേവതി അമ്മയും കൂട്ടി. ലക്ഷ്മി ആണെങ്കിലോ നല്ല ദേഷ്യത്തിൽ മുറിയുടെ അകത്തോട്ട് കയറിയിട്ട് അരുണിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണം അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം എപ്പോഴും പ്രശ്നമാണ്, നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ സച്ചിയുടെ സമ്മതമില്ലാതെ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ, ഇവിടെ നിന്നൊന്ന് പോയി തരാമോ എന്ന് പറഞ്ഞ് ലക്ഷ്മി അപേക്ഷിക്കുവാണ് അരുണിനോട്. അരുൺ ഒന്നും മിണ്ടാതെ ആ ഹോസ്പിറ്റലിലെ മുറിയിൽ നിന്നും വിഷമത്തോടെ ഇറങ്ങി പോവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദേവുവിന് ബോധമില്ലാത്തത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഈ വഴക്കൊക്കെ കണ്ട് അവൾക്ക് വീണ്ടും സുഖമില്ലാതായാനെ എന്നൊക്കെ പറഞ്ഞ് രേവതി വിഷമിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഡോക്ടർ രേവതിയും അമ്മയും കൂടി മുറിയിലോട്ട് വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ, എൻ്റെ ദേവുവിന് എന്താ പറ്റിയത്, അവളുടെ ബ്ലഡ് റിപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ദേവുവിന് ഹെൽത്തിയൊക്കെ ഓക്കെയാണ്, പക്ഷേ മെൻ്റലി അവൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, അവൾ നല്ല ഡിപ്രഷനിലാണ്, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അവളോട് സംസാരിച്ച് അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷറിൽ എപ്പോഴും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ വേണം അവളെ സൂക്ഷിക്കാൻ, അവളെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഒന്നുകൂടെ ടെൻഷൻ ആവുകയാണ്. സച്ചിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ പിന്നെ രേവതിക്ക്. ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.